السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى والسلام على عباده نعمة أما بعد. റാഹത്തല്ലേ അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളൊക്കെയും അല്ലാഹ് മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. വീണ്ടും നമ്മൾ അൽഹംദുലില്ലാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കുറഞ്ഞ സമയം നമ്മുടെ മുന്നിലുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുമുണ്ട്. അള്ളാഹു പഠിക്കുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വലിയ ബറക്കത്ത് നമുക്ക് ലഭിക്കുന്ന, വലിയ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങൾ നമ്മിലേക്ക് ഓടിയെത്തുന്ന, നാം ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി പോകുന്ന, നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങൾ കടന്നു വരാറുണ്ട്, പ്രതിസന്ധികൾ കടന്നു വരാറുണ്ട്. നമ്മളങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ പള്ളിയിലെ ഉസ്താദിനോട് ഉസ്താദെ ദുആറക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ദുആ പറഞ്ഞു തരാൻ പറയും. ഇപ്പൊ പിന്നെ ഒരുപാട് ഉസ്താദുമാർ ഓൺലൈൻ വഴി നമുക്ക് ഉസ്താദുമാർ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ കമന്റിലൂടെ ഉസ്താദ് ഇന്ന പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമന്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മജ്ലിസിലൂടെ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ജീവിതത്തിന്റെ വലിയൊരു സമാശ്വാസത്തിന്റെ വലിയ ഒരു തേന്മഴയാണ്. നമുക്ക് ചോദിക്കണം, പറയണം, പഠിക്കണം. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പഠിക്കണമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് നല്ല നെയ്യത്തോടു കൂടി പഠിക്കലും കേൾക്കലും പറയലൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വളരെ തകർന്നു പോയ പ്രയാസ പ്രതിസന്ധികൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, അസ്വസ്ഥതകൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് ഒരു സഹോദരി വലിയ പ്രയാസത്തോടെ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അടുക്കലേക്ക് പോയി. മിസ്റിന്റെ മാണിക്യമെന്ന് ലോകം തലകുലുക്കി സമ്മതിച്ച അത്ഭുതങ്ങളുടെ കലവറയാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു ജീവിതം നമുക്ക് വലിയ അത്ഭുതമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ തന്നെ ബദറിൻ തീരം എന്ന ചാനൽ, ആ ചാനലിൽ മഹദിയായ നഫീസത്തുൽ മിസ്രിയ എന്ന മഹദിയുടെ ജീവിതം ജനനം മുതൽ വഫാത്ത് വരെ ഏകദേശം 10 ദിവസത്തിലധികം പാടി പറയുന്നുണ്ട്. ചരിത്രം ഇമ്പമാർന്ന പാട്ടിലൂടെ അത്ഭുതപ്രദ സംഭവങ്ങളുടെ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയാത്തൊരു സംഭവമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ആ ചാനൽ ബദറിൻ തീരം എന്ന ചാനലിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഓരോ ദിവസങ്ങളാണ്. അതാണ് ഒറ്റ ലിങ്ക് അല്ലാത്തത് കൊണ്ടാണ് ലിങ്ക് താഴെ കൊടുക്കാത്തത്. കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്ത വിഷയമുണ്ട് മഹദിയായ മിസ്റിന്റെ മാണിക്യം നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സഹോദരി വീടിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് വല്ലാതെ വേവലാതിപ്പെട്ടപ്പോ മഹദിയായ നഫീസത്തുൽ മിസ്രിയയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, മഹദിയെ, എന്റെ വീട് വല്ലാത്ത പ്രശ്നമാണ്, രോഗങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, കടമാണ്, ഒരു ബറക്കത്തില്ല, ഒരു നേട്ടങ്ങളില്ല, എപ്പോഴും പ്രയാസ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെയാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു സമാധാനം ഇല്ല, പുറത്തിറങ്ങുമ്പോൾ പ്രശ്നമില്ല. മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീബി റളിയല്ലാഹു അൻഹ തോളിൽ തട്ടിയിട്ട് ആ പെണ്ണിനെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, പെണ്ണെ നീ വിഷമിക്കണ്ട, സഹോദരി നീ വേദനിക്കണ്ട, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് നിന്റെ വീട്ടിലുണ്ടോ നീ ഒന്ന് പറയും, എന്നിട്ട് അത് മാറ്റാൻ നോക്ക്. ഉറപ്പായും ആ വീട് സമാധാനമാണ്, സന്തോഷമാണ്, ആനന്ദകരമാണെന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ബീബിയെ പറയും, ഒന്നാമത് പറഞ്ഞു, നീ നിന്റെ വീടിന്റെ മുൻവശത്ത് ചെരുപ്പുകൾ കൂട്ടിയിടാറുണ്ടോ എന്ന് ചോദിച്ചു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നിന്റെ വീട്ടിൽ ചെരുപ്പ്, നമ്മുടെ വീടിന്റെ മുന്നിൽ ചെരുപ്പ് കൂട്ടിയിടാറുണ്ടോ? പെണ്ണ് പറഞ്ഞു, അതെ കൂട്ടിയിടാറുണ്ട്, അത് ഒഴിവാക്ക്, അത് വീട്ടിൽ ബറക്കത്ത് നശിപ്പിക്കുമെന്ന് മുത്തനബി നിങ്ങളുടെ ഹദീസിൽ കാണാമെന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. ഇല്ലേ, നമ്മളെ വീട്ടില് വാപ്പ, ഉമ്മ, 2 മക്കൾ, ഇപ്പൊ എത്രയായി? 4 പേരുണ്ട്. 4 പേർക്ക് ഒരാൾക്ക് തന്നെ 3 ജോഡി ചെരുപ്പ് ഉണ്ടാവും. ഇല്ലേ, പുറത്തു പോകാൻ ഒരു ചെരുപ്പ്, സ്കൂളിൽ പോകാൻ ഒരു ചെരുപ്പ്, അതുപോലെ മുറ്റത്തൊക്കെ നടക്കാൻ ഒരു ചെരുപ്പ്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ട്രിപ്പിന് പോകാൻ ഒരു ചെരുപ്പ്. അങ്ങനെ ചെരുപ്പുകളുടെ മഹാസമ്മേളനമാണ് നമ്മളെ വീട്. ആ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കും. ഇല്ലേ, ചില ആളുകൾ പ്രത്യേകം പറഞ്ഞാൽ സ്റ്റെപ്പിലേ ചെരുപ്പിടും. അതായത് 3 സ്റ്റെപ്പ് ഉണ്ടാവും, അല്ലേ, അതിൽ 2 സ്റ്റെപ്പ് ഉണ്ടാവും. ആ സ്റ്റെപ്പിലേ കൊണ്ടുവന്നിടുള്ളൂ. ആ നിലത്ത് തറയിൽ ഇന്റർലോക്ക് ആകട്ടെ, മുറ്റം അവിടെ ഇടൂല. ആ ചെരുപ്പിനെ മറികടന്നാണ് ചില ആളുകൾ പോകേണ്ടത്. അങ്ങനെ ചെരുപ്പിനെ പോലും മറികടക്കുന്നത് ദാരിദ്ര്യവും ബറക്കത്തും നഷ്ടപ്പെടുമെന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ വീടിന്റെ മുന്നിൽ ചെരുപ്പുകൾ വലിച്ചു വാരിയിടാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഒതുക്കിയിടുക. ചിലപ്പോൾ ഒരു ചെരുപ്പ് അപ്പുറത്തായിരിക്കും, മറ്റേ ചെരുപ്പ് ഇപ്പുറത്തായിരിക്കും. പാടില്ല. നമ്മളെ ചെരുപ്പ് വേണ്ട വിധത്തിൽ പരിഗണിക്കുക, ചെരുപ്പിനെ പരിഗണിക്കുക. നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാകും, ആ സ്റ്റാൻഡിൽ തന്നെ ഊരി വെക്കാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ നടന്നു പോകുന്ന വഴിയിൽ നിന്നും ഒരൽപ്പം മാറ്റിവെക്കൽ പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമാണ്. ചെരുപ്പുകൾ വലിച്ചു വാരിയിടുകയോ ആ ചെരുപ്പുകളെ മറികടന്ന് നടക്കുകയോ ചെയ്യൽ നല്ലതല്ല. വീട്ടിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും
പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യതയാണെന്ന് സൂക്ഷ്മതയുടെ പണ്ഡിതന്മാർ നിബിധങ്ങളുടെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞതായി മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല പറഞ്ഞു. ഒന്നാമതെന്നെ ശ്രദ്ധിച്ച് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ഈ വീട് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മുടെ വീടിന്റെ മുന്നിലത്തെ ചെരുപ്പുകൾ കൂട്ടിയിടാറില്ല. ഒന്ന് കമന്റ് ചെയ്തേ ഇല്ലേ? വീട് കമന്റ് നമ്മൾ എത്ര ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഈ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കണം. മുൻഗാമികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം മഹദി അവർ ചോദിച്ചപ്പോൾ ഒന്നാമത്തിൽ പറഞ്ഞു ശരിയാണ്. രണ്ടാമത്തത് പറഞ്ഞു, വേഗം പറഞ്ഞു പോകാണ്. രണ്ടാമത്തത് പറഞ്ഞു, വീട്ടിനകത്ത് വസ്ത്രങ്ങൾ വലിച്ചു വരിടാറുണ്ടോ? മഹദി പറഞ്ഞു, ആ മഹദിയോട് ആ പെണ്ണ് പറഞ്ഞു, അതേ വലിച്ചിട്ടുണ്ട്. എൻ്റെ ചെറിയ മക്കൾ വീട്ടിലുണ്ട്. ആ മക്കളുടെ വസ്ത്രങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ കൂട്ടിയിടാറുണ്ട്. നമ്മുടെ വസ്ത്രം നമ്മൾ എന്ത് ചെയ്യും? ഭാര്യ ഭർത്താക്കന്മാർ അവർ നേരത്തെ ആയരാണല്ലോ, അവർ തേച്ച് മടക്കി അല്ലെങ്കിൽ എവിടെയെങ്കിലും ചലമാരി വെക്കും. ഈ മക്കളുടെ വസ്ത്രം എന്ത് ചെയ്യുന്നറിയോ? എപ്പോഴും എടുക്കണ വസ്ത്രമല്ലേ, അതിങ്ങനെ അവിടെ എവിടെയൊക്കെ വാരി വലിച്ചിടും. അത് വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെടും, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാകൂല. പിന്നെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ പൈശാചിക ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാൻ അതൊരു കാരണമാകുമെന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല വസ്ത്രങ്ങൾ വലിച്ചു വാരിയിടുക അല്ലെ. നമ്മുടെ വീടിന്റെ കിടന്നുറങ്ങുന്ന ഒരു മുറി ഉണ്ടാവും, ആരും കയറാത്തൊരു മുറി ഉണ്ടാവും അല്ലെ. ആ മുറിയിൽ അങ്ങനെ ഗസ്റ്റുകൾ ഒന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഗസ്റ്റുകൾ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ വീടിന്റെ മുകളിലോ മുറ്റത്തൊക്കെ ഇട്ട് ഉണക്കിയ വസ്ത്രങ്ങൾ നീ കൊണ്ടുവന്ന് ഉണക്കി എല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ തട്ടും. പിന്നെ അടുക്കി വെക്കാന്ന് പറയും. അത് പിന്നെയായി, നാളെയായി, മറ്റന്നാളായി അത് അങ്ങനെ കിടക്കും. അത്യാവശ്യം നടന്ന് വരുന്നു, എടുക്കുന്നു, ഇടുന്നു, കൊണ്ട് വാഷിംഗ് മെഷീൻ ഇടുന്നു, ഉണക്കുന്നു, വീണ്ടും കട്ടിലിൽ കൊണ്ട് തട്ടുന്നു. ഇതാണ് അവസ്ഥ. ഇത് വീട്ടിൽ രോഗങ്ങൾ വരാൻ, പ്രയാസങ്ങൾ വരാൻ കാരണമാണ്. മൂന്നാമത് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ചോദിച്ച ചോദിച്ചു പെണ്ണിനോട്, പെണ്ണെ നിന്റെ വീട്ടിൽ പാത്രങ്ങൾ കഴുകാതെ കൂട്ടിയിടാറുണ്ടോ? പെണ്ണ് പറഞ്ഞു, അതെ, അതും വീട്ടിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാൻ കാരണമാണ് അല്ലേ. നാളെ കഴുകാം, രാവിലെ ആകട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം ആകട്ടെ എന്ന് പറഞ്ഞ് രാവിലത്തെ പാത്രങ്ങൾ അങ്ങനെ കൂട്ടിയിടുക. അതിങ്ങനെ ഈച്ചയൊക്കെ ഇങ്ങനെ വന്ന് പറ്റി ആകെ ഒരു വൃത്തികേട്. അടുക്കള, ചുരുക്കത്തിൽ അടുക്കള വൃത്തിയാക്കിയാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ചോദിക്കാൻ. വീണ്ടും ചോദിച്ചു, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ഭർത്താവിനെ പരിഗണിക്കാറുണ്ടോ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഭർത്താവ് വരുമ്പോൾ ഞാൻ അടുക്കളയിലായിരിക്കും, മുറ്റത്തായിരിക്കും, എന്തെങ്കിലും ജോലിയിലായിരിക്കും ഞാൻ. അപ്പൊ മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവി പറഞ്ഞു, പാടില്ല. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ഭർത്താവിനെ സേവനം ചെയ്ത് കൊടുക്കൽ എന്റെ ബാധ്യതയാണ്. അത് വീട്ടിൽ ബറക്കത്തുണ്ടാക്കുമെന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അവസാനം നിർത്തുകയാണ്. അവസാനം ചോദിച്ചു, വീടിന്റെ ചുറ്റുവട്ടങ്ങളിൽ 4 വശങ്ങളിൽ മുറ്റയില്ലേ, ആ മുറ്റം ഇന്നിപ്പോ ഇന്റർലോക്കുകളാണ്, അന്ന് ചോദിച്ചതാണ്. ആ മുറ്റങ്ങളിൽ നജസ്സുകൾ, അതായത് കുഞ്ഞുങ്ങളുടെ മലവും മൂത്രമാകട്ടെ, നജസ്സുകൾ, ചില കുട്ടികൾ മുറ്റത്തെ മൂത്രമൊഴിക്കുള്ളൂ. അത് പാടില്ല. ശ്രദ്ധിക്കണം. ആ മക്കളെ നമ്മൾ അറിവില്ലായ്മയുടെ പ്രായത്തിൽ അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ടാണ്. അവിടെ ടോയ്ലറ്റിൽ പോയി തന്നെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറ്റി പഠിപ്പിക്കുക. അങ്ങനെ ചില ആളുകൾ ഇന്ന് ചിലപ്പോൾ സിറ്റ് ഔട്ട് നിന്നുകൊണ്ട് സുറെന്ന് പറഞ്ഞ പിടിപ്പാരി നമ്മുടെ കുട്ടികൾ. നമ്മൾ ആ കൊള്ളാലോടെ നമ്മൾ കളിയാക്കും. ഇല്ല, തിരുത്തണം, മക്കളെ തിരുത്തണം. ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പാതിരാത്രിയൊക്കെ ചിലപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയി, അകത്ത് ബാത്റൂം സംവിധാനം ഇല്ല, ഒന്ന് മുറ്റത്ത് അത്യാവശ്യത്തിന് ഒഴിച്ചു. അതല്ല, നിത്യമായി ഒഴിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ മൂത്രത്തിന്റെ സ്മെല്ല് കാരണം അടുക്ക് പോകാൻ പറ്റില്ല. അത് വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകൂല എന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല. എന്റെ പ്രിയമുള്ളവരെ, ഈ കാര്യം നീ ശ്രദ്ധിച്ചാൽ നിന്റെ വീട്ടിൽ ബുദ്ധിമുട്ട് മാറുന്ന. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവിയെ പെണ്ണ് കണ്ടുമുട്ടി. മഹദി ചോദിച്ചു, എങ്ങനെയുണ്ട്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, അൽഹംദുലില്ലാഹി അൽഫ മറ, എന്റെ വീട് സമാധാനത്തിന്റെ കളിവീടായി, സന്തോഷത്തിന്റെ വീടായി മാറി ബീവി എന്ന് സന്തോഷ വാർത്ത പറഞ്ഞു എന്നാണ്. ഈ അനുഭവം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ അത് ഉണ്ടെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ ചെരുപ്പുകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന ഈ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മഹദിയുടെ ചരിത്രമൊക്കെ കേൾക്കാൻ, ഇതുപോലെ 100 കണക്കിന് ചരിത്രങ്ങൾ കേൾക്കാൻ ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ആ മജ്ലിസ്. ഒരുപാട് ആളുകൾ 2 ചാനലുകളിലായി കമന്റുകളിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും എന്ന് പ്രധാനിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.